സുപ്രഭാതം പത്രത്തിന്റെ എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പരോക്ഷ മറുപടിയുമായി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഏതെങ്കിലും സംഘടനയെ പരാജയപ്പെടുത്താനല്ല സമസ്ത ശ്രമിക്കുന്നത്. സുപ്രഭാതം വളർന്നനുസരിച്ച് പലർക്കും അസൂയയുണ്ടാകുമെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ചടങ്ങ് ബഹിഷ്കരിച്ച ലീഗിനെ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തു വന്നു. എന്നും വാടക വീട്ടിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞാണ് തങ്ങൾ പ്രസംഗം തുടങ്ങിയത്. സുപ്രഭാതത്തിന്റെ ആവശ്യകത നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഒന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും ഒരു സ്വന്തം ഒരു വീടിന് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. എപ്പോഴും ഈ വാടക വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ വാടക ഇല്ലാതെ എവിടെയെങ്കിലും പോയി കിടക്കുക, ഇതൊന്നും സ്വാഭാവികമായിട്ട് ആരും ഇഷ്ടപ്പെടുന്നതാണ്. ഏതെങ്കിലും സംഘടനയെ പരാജയപ്പെടുത്താനല്ല സമസ്ത ശ്രമിക്കുന്നത്. സുപ്രഭാതം വളരുന്നതിനനുസരിച്ച് പലർക്കും അസൂയയുണ്ടാകും. എന്നാൽ അസൂയ വേണ്ടെന്നും ഇത് മത്സരമാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും മറ്റൊന്നിനെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ എല്ലാ സൗഹാർദ്ദങ്ങളും അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അതോടുകൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കും. സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിന്ന് വരും. അപ്പോൾ അസൂയപ്പെടാനൊന്നുമില്ല, ഇതൊരു മത്സരമാണ്. അതേസമയം സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിനെ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല. എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക. അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ മുഖ്യാതിഥികളായ ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ സുപ്രഭാതം അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെ ഇവരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തി പോസ്റ്ററും ഇറക്കിയിരുന്നു. എന്നാൽ നേതൃയോഗത്തിന്റെ പേര് പറഞ്ഞ് നേതാക്കൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. 24 ദുബായ്.